നിങ്ങൾ ആപ്പിളിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഐഫോണോ ഐപാഡോ മാക്കോ എയർപോഡോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. കാരണം ഇപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും, ആമസോണിൽ ഗ്രേറ്റ് സമ്മർ സെയിലും ഫ്ലിപ്കാർട്ടിൽ ബിഗ് സേവിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ പുതിയ ഓഫേഴ്സ് വന്നേക്കുവാണ്. പൊതുവേ ആപ്പിൾ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ആകുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം, പുതിയ ഐഫോൺ റിലീസ് ചെയ്ത് സെപ്റ്റംബർ, അതിനുശേഷം ഒക്ടോബറിൽ നടക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, അങ്ങനത്തെ ഉള്ള ഓഫേഴ്സിലാണ് നമുക്ക് ധാരാളം ആപ്പിൾ പ്രോഡക്റ്റുകൾക്ക് ഓഫേഴ്സ് അല്ലെങ്കിൽ പ്രൈസ് ഡ്രോപ്പ് ഒക്കെ വരുന്നത്. എന്നാൽ ഈ ഒരു ഓഫറിലും, നിങ്ങളിപ്പം നടക്കുന്ന കറണ്ട് ഓഫറിലും നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ഡ്രോപ്പ് മിക്ക ആപ്പിൾ പ്രോഡക്റ്റുകൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മളുടെ എയർപോഡ്സിനെ പറ്റിയാണ്. കാരണം എയർപോഡ്സിൻ്റെ പ്രൈസ് ഈ ഒരു ഓഫർ ടൈമിൽ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് എയർപോഡ്സ് 3rd ജനറേഷനും എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ USB Type-C ഈ പറഞ്ഞ 2 ആക്സസറിയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും നിങ്ങളൊന്ന് നോക്കുക. കാരണം എയർപോഡ്സ് പ്രോ തന്നെ ലൈറ്റ്നിങ്ങും ഉണ്ട്, USB Type-C ഉണ്ട്. അതുകൊണ്ട് Type-C ആണോ ലൈറ്റ്നിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം ഇപ്പം എനിക്ക് ലേറ്റസ്റ്റ് ഇറങ്ങുന്നത് ലൈറ്റ്നിങ് ഒഴിവാക്കി എന്ന് തോന്നുന്നു. ഇനി ഓൾഡ് സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. കാരണം Type-C ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ളത്. എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ Type-C അതാണെന്ന് നോക്കുക. കാരണം ഈ 2 ഡിവൈസുകളും നമുക്ക് 19,000 18,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓഫറാണ് ഈ ഒരു ടൈമിൽ വന്നിരിക്കുന്നത്. വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എയർപോഡ്സ് 3rd ജനറേഷനോ അല്ലാന്നുണ്ടെങ്കിൽ എയർപോഡ്സ് പ്രോയോ വാങ്ങുക. അതിൽ കുറഞ്ഞ ഒന്നും നിങ്ങൾ ഓപ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഓൾഡർ ജനറേഷൻ 1st ജനറേഷൻ എയർപോഡ്സ് പ്രോയും അല്ലെങ്കിൽ 2nd ജനറേഷൻ എയർപോഡ്സും ചിലപ്പം ഈ ഒരു ഓഫർ ടൈമിൽ കാണും. അത് വളരെ നിസ്സാരമായിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവൈലബിൾ ആകും. പക്ഷേ അത് രണ്ടും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബിൽ ക്വാളിറ്റി വൈസ് ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി വൈസ് ആണെങ്കിലും മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും എയർപോഡ്സ് പ്രോ 2nd ജനറേഷനും എയർപോഡ്സ് 3rd ജനറേഷനും വലിയ കുഴപ്പമില്ല. എസ്പെഷ്യലി എയർപോഡ്സ് പ്രോ, കാരണം നമുക്കതിൽ നോയിസ് ക്യാൻസലേഷൻ എന്നുള്ള അഡീഷണൽ ഫീച്ചർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി iOS 18 വരുമ്പം കുറേയധികം അഡീഷണൽ ഫംഗ്ഷനാലിറ്റി ഈ ഒരു എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ വെച്ച് നമുക്ക് ഇനി ചെയ്യാൻ സാധിക്കും. ലേറ്റസ്റ്റ് ലീക്സിലും റൂമേഴ്സിലും ഒക്കെ കേട്ട ഒരു കാര്യമാണ്, ഹിയറിംഗ് എയ്ഡ് ആയിട്ട് നമുക്ക് ഇനി മുതൽ ചിലപ്പം എയർപോഡ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയുള്ള പല ഫംഗ്ഷനാലിറ്റീസും ഇനി ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. എയർപോഡ്സ് പ്രോ 2nd ജനറേഷന് കാത്തിരിപ്പുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 ഡിവൈസിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്യുക. ഇനി ഇതിലെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഐഫോണാണ്. ഐഫോണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കറണ്ട് ഐഫോൺ ലൈനപ്പ് എന്ന് പറയുന്നത് apple.com സൈറ്റിൽ പോകുകയാണെങ്കിൽ അറിയാം, ഐഫോൺ SE 3rd ജനറേഷൻ 13, 14, 15 ഈ ഒരു ഓഫർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ചെക്ക് ചെയ്യുമ്പം 12 സീരീസ് മുതലുള്ള ഡിവൈസുകളും നമുക്ക് അവൈലബിൾ ആണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പുതിയത് ബ്രാൻഡ് ന്യൂ വാങ്ങാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 12 ഒഴിവാക്കുക. 12ന് മുകളിലേക്കുള്ളത് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഐഫോൺ 12 ഒഴിവാക്കാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളുടെ ഒരു ലഭ്യത കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഐഫോൺ 10s മുതലാണ്. ഇനിയും 2 വർഷം കൂടെ എന്തായാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഐഫോൺ 12ന് ലഭിക്കും. പക്ഷേ ഇനി വരാൻ പോകുന്ന റിലീസുകൾ നമുക്കറിയാം, ഈ അടുത്ത് ജൂണിൽ iOS 18 വരുന്നു അടുത്ത മാസം. സോ iOS 18 വരുമ്പം അത് കൂടുതലും AI പവേർഡ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സുകൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് 13, 14, 15 സീരീസിലുള്ളത് കമ്പയറിംഗ് ടു ഐഫോൺ 12. സോ അതുകൊണ്ടാണ് ഐഫോൺ 12 ബ്രാൻഡ് ന്യൂ വാങ്ങുന്നത് ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞത്. പിന്നെ ഓഫേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് 13, 14, 15 സീരീസിലാണ്. അതിൽ 13 സീരീസിലേക്ക് വരുമ്പം നമുക്ക് കറണ്ട് ലൈനപ്പിൽ അവൈലബിൾ ആക്കുന്ന 2-3 ഡിവൈസാണ് 13. എന്നാൽ 13 കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം ഡിസ്പ്ലേ ബേസ് ചെയ്ത് കുറേയധികം കംപ്ലൈൻറ്റുകളും ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു പ്രോബ്ലം അടങ്ങിയിരിക്കുകയാണ്. കാരണം അധികം കംപ്ലൈൻറ്റുകൾ ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 13 എടുക്കണോ 14 എടുക്കണോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് ഈ പറഞ്ഞ ഡിവൈസുകൾ അവൈലബിൾ ആയത്. എന്നാൽ 13 ഈ ഒരു പ്രൈസിനോടൊപ്പം തന്നെ നിങ്ങളൊരു 6 തൊട്ട് 8,000 രൂപ വരെ കൂടുതൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തൊട്ട് അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടുള്ള 14 സീരീസ് അവൈലബിൾ ആയിരിക്കും. 14 സീരീസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 13 to 14 കമ്പാരിസണിൽ 13ൻ്റെ അതേ ഡിസൈനും അതേ സൈസും ഷേപ്പും കാര്യങ്ങളും എല്ലാം തന്നെ റിസംബിൾ ചെയ്യുന്ന ഡിവൈസാണ് 14 സീരീസ് എന്ന് പറയുന്നത്. എന്നാൽ 14ൻ്റെ കറണ്ട് ലൈനപ്പിൽ നമുക്കറിയാം 14ഉം 14+ഉമാണ് അവൈലബിൾ ആയിരിക്കുന്നത്. 14 പ്രോ സീരീസ് ഒക്കെ ഡിസ്കണ്ടിന്യൂഡ് ആണ്. സോ ഇവിടെ 14 to 13 കമ്പാരിസൺ നോക്കുമ്പോൾ അധികം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്പ്ലേ കംപ്ലയിൻസോ ഇഷ്യൂസോ അധികം കേട്ടിട്ടില്ലാത്ത വളരെ കുറവ് കംപ്ലയിൻറ്റുകൾ വന്നിട്ടുള്ള ഒരു ഡിവൈസാണ് 14 സീരീസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ 13 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അപ്ഗ്രേഡേഷൻ കുറച്ച് ഏരിയാസിൽ 14 സീരീസിൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിലേക്ക് വരുമ്പോൾ പുതിയൊരു 12 MP സെൻസറാണ് 14ൽ കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ സബ്ജക്റ്റുകളെ
ട്രാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രോസസ്സിംഗ് സൈഡിലേക്ക് വരുമ്പോൾ iPhone 13-ൽ 4GB RAM ആണുള്ളത്. എന്നാൽ 14-ലേക്ക് വരുമ്പോൾ നമുക്ക് 6GB RAM എക്സ്ട്രാ 2GB RAM സപ്പോർട്ട് അതിൽ ലഭിക്കുന്നുണ്ട്. അത് ലോങ് ടേം റണ്ണിലേക്കും നമ്മളെ കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്, കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഇനിയും സോഫ്റ്റ്വെയർ സപ്പോർട്ട് 13 വെച്ച് നോക്കുമ്പം നമുക്ക് ഒരു വർഷം നമുക്ക് എക്സ്ട്രാ കൂടുതൽ ലഭിക്കുന്നു. അപ്പോൾ ഓൺ പേപ്പർ നോക്കുവാണെങ്കിൽ വളരെ ചെറിയ ഡിഫറൻസ് ആണ് 13-ഉം 14-ഉം തമ്മിൽ കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനി 14 സീരീസിൻ്റെ കാര്യത്തിൽ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 14+ എന്ന് പറയുന്ന മറ്റൊരു വേരിയൻറ്റും കൂടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാറ്ററി ബാക്കപ്പ്, കുറച്ചും കൂടെ വലിയ ഡിസ്പ്ലേ, ലാർജർ ഡിസ്പ്ലേ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് 14+ എന്ന് പറയുന്ന മോഡൽ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊള്ളുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് iPhone 15 എന്നുള്ളത്. കാരണം ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയപ്പം iPhone 15 128 സ്റ്റാർട്ട് ചെയ്യുന്നത് 64,999 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിലാണ്. ആ സമയത്ത് ഞാൻ ആമസോണിൽ നോക്കിയപ്പം ഈ പ്രൈസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഓഫേഴ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ രണ്ടും മാറി മാറി നോക്കുക. നല്ലൊരു പ്രൈസ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം ബെറ്റർ ക്യാമറ, ബെറ്റർ ബാറ്ററി, USB Type-C എന്ന് പറയുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കേബിൾ, Type-C കേബിൾ കണക്ട് ചെയ്യാൻ എന്നുള്ളതല്ല, അതിലുപരി നമുക്ക് കുറേയധികം ആക്സസറീസ്, തേർഡ് പാർട്ടി ആക്സസറീസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഓപ്പൺ ആക്കി കിട്ടിയത് Type-C വന്നപ്പോഴാണ്. ആൻഡ് പെർഫോമൻസ് 6GB RAM A16 Bionic ആണ് നമുക്ക് 15-ലും 15+-ലും അവൈലബിൾ ആയിരിക്കുന്നത്. 15 Proയിൽ മാത്രമാണ് A17 Pro എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സർ ആപ്പിൾ കൊടുത്തേക്കുന്നത്. ഇത് ഇവിടെ നമ്മൾ 14-ൽ കണ്ട അതേ ഡിഫറൻസ് ആണ് 15-ഉം 15+-ഉം തമ്മിലുള്ളത്. ബിഗ്ഗർ ആയിട്ടുള്ളൊരു ബോഡി വരുന്നു, അതുകൊണ്ട് തന്നെ ബിഗ്ഗർ ആയിട്ടുള്ളൊരു ബാറ്ററി, ബിഗ്ഗർ ഡിസ്പ്ലേ, ബാക്കി എല്ലാ കാര്യങ്ങളും 49 MP മെയിൻ സെൻസർ, ബെറ്റർ ആയിട്ടുള്ള ഒരു ലോ ലൈറ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യാൻ, അതോടൊപ്പം സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പം കുറേയധികം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ് 15 സീരീസ്. ഇതിനെല്ലാം ഉപരി നമുക്ക് ഇനി അടുത്ത 6 വർഷത്തേക്ക് കണ്ണും പൂട്ടി ഉപയോഗിക്കാൻ പറ്റും iPhone 15 എന്ന് പറയുന്നത്. ആകെ എല്ലാ ആളുകളും കുറ്റപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ഇല്ല എന്നുള്ളതായിരിക്കും. പക്ഷേ എനിക്കതൊരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല. ശരിയാണ്, നമുക്ക് 120 Hz എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ്. പക്ഷേ 120 Hz ഇല്ല, 60-ൽ തന്നെയാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. ഒരു സഫക്കേഷൻ ഒരിക്കലും iPhone 15-ഓ 14-ഓ 13-ഓ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഫീൽ ആകത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം അത്രയ്ക്കും ബട്ടറി സ്മൂത്ത് ആണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് ലൈനപ്പ് എന്ന് പറയുന്നത് ആപ്പിൾ വാച്ച് ആണ്. നമുക്കറിയാം കറണ്ട് ലൈനപ്പിൽ എനിക്ക് തോന്നുന്ന സീരീസ് 9 മാത്രമേ അവൈലബിൾ ഉള്ളൂ. സീരീസ് 9-ഉം SE-യും ആപ്പിൾ വാച്ച് SE-യും. എന്നാൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഞാൻ കണ്ടത് 2ഉം 3ഉം പ്രോഡക്റ്റ് ലൈനപ്പ് കണ്ട്. അതായത് ആപ്പിൾ വാച്ച് അൾട്ര ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും, അതോടൊപ്പം തന്നെ സീരീസ് 9, സീരീസ് 8. ഒരു പ്രാവശ്യം ഞാൻ ഫ്ലിപ്കാർട്ടിൽ സീരീസ് 7 കണ്ടായിരുന്നു. പിന്നെ ഞാനത് റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പം സീരീസ് 7 സ്റ്റോക്ക് ഔട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവിടെ സീരീസ് 9-ലേക്ക് വരുമ്പം ഫ്ലിപ്കാർട്ടിൽ ഞാൻ വൈഫൈ വേർഷൻ മാത്രമേ കണ്ടുള്ളൂ. അത് 41mm 45mm. എന്നാൽ സീരീസ് 8-ലേക്ക് വരുമ്പം വൈഫൈ സെല്ലുലാർ മോഡൽസും ഞാൻ രണ്ടും കണ്ടു. പിന്നെ അൾട്രയുടെ കാര്യം പറയണ്ട, അൾട്രയിൽ നമുക്ക് സെല്ലുലാർ മോഡൽസേ ഉള്ളൂ, വേറെ മോഡലൊന്നുമില്ല. സോ സെക്കൻഡ് ജനറേഷനും ഫസ്റ്റ് ജനറേഷൻ ആപ്പിൾ വാച്ച് അൾട്രയാണ് കണ്ടത്. അപ്പോൾ വാച്ചിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി സീരീസ് 9 എടുത്തോളാം ഞാൻ പറയത്തുള്ളൂ. കാരണം സീരീസ് 8-ഉം 9-ഉം തമ്മിൽ പ്രൈസിൻ്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സീരീസ് 9 എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനിയിപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റിലാണ് അല്ലാന്നുണ്ടെങ്കിൽ സീരീസ് 9 സ്റ്റോക്ക് ഔട്ട് ആയി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് S8 സീരീസ് 8 എടുത്തോളൂ, യാതൊരു കുഴപ്പമില്ല. കാരണം സീരീസ് 8-ഉം സീരീസ് 9-ഉം വെച്ച് നോക്കുമ്പോൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം നമുക്ക് ഡബിൾ ടാപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനാലിറ്റി സിസ്റ്റം വൈഡ് ആ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ഫംഗ്ഷനാലിറ്റി തന്നെ നമ്മുടെ ആപ്പിൾ വാച്ചിൽ, ബാക്കിയെല്ലാം ആപ്പിൾ വാച്ചിലും ഉണ്ട്. പക്ഷേ അത് ആക്സസിബിലിറ്റി ഫീച്ചർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് സിസ്റ്റം വൈഡ് ഫീച്ചർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഡിസൈൻ്റെ കാര്യത്തിലും ഒപ്റ്റിമൈസേഷൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ യൂസേജിൻ്റെ കാര്യത്തിലും ഒന്നും വലിയ ഡിഫറൻസ് ഇല്ല. നിങ്ങൾ ആപ്പിൾ വാച്ച് മെയിനായിട്ട് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് 2-3 കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് വർത്ത് ബൈ ആയിരിക്കും. അല്ലാത്ത പക്ഷം വെറുതെ കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടക്കാം എന്നും മാത്രമേ ഉള്ളൂ. ഇനി ആപ്പിൾ വാച്ച് അൾട്രയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഇതേ ഡിഫറൻസ് തന്നെയാണ്. ആകെ ഈ 2 ഡിവൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രോസസ്സറിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നും ഇൻറ്റേർണലി ആണെങ്കിലും എക്സ്റ്റേണലി ആണെങ്കിലും പറയാനില്ല. സോ നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് നോക്കിയിട്ട് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളൂ. ഇനി ഐപാഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഐപാഡ് നമുക്കറിയാം ഇപ്പോഴത്തെ കറണ്ട് പ്രോഡക്റ്റ് ലൈനപ്പ് എന്ന് പറയുന്നത് 4-5 ഐപാഡുണ്ട്. ഒന്ന് ഐപാഡ് 9th ജനറേഷൻ അവൈലബിൾ ആണ്. അത് ആ പഴയ പവർ ബട്ടണും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളത്. 2 10th ജനറേഷനാണ്. 3 ഐപാഡ് എയർ, 4 ഐപാഡ് മിനി 6th gen,
ആൻഡ് അവസാനത്തെ ഐപാഡ് പ്രോ. അപ്പോൾ ഐപാഡ് പർച്ചേസ് ചെയ്യുന്നവർ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഡിസൈനിങ്ങും ഡ്രോയിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐപാഡ് പ്രോയോ അല്ലെങ്കിൽ ഐപാഡ് എയറോ ഓപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിലാണെങ്കിലും വരയ്ക്കാൻ ഡ്രോയിങ്ങിനൊക്കെ ഏറ്റവും ബെറ്റർ ഐപാഡ് പ്രോ തന്നെയാണ്. കാരണം അതിൽ ബെറ്റർ ഡിസ്പ്ലേ കൊടുക്കുന്നുണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രോയിങ് ഒക്കെ സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഐപാഡ് പ്രോ തന്നെ ആയിരിക്കും നല്ലത്. ഇനി ഐപാഡ് എയറിലേക്ക് വരുമ്പം അത് M1 ആണ്. ഐപാഡ് പ്രോ എന്ന് പറയുന്നത് M2 പ്രോസസ്സറാണ്. M1 M2 ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് ഐപാഡിൻ്റെ യൂസ് കേസിലേക്ക് വരുമ്പം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾ കാണുന്നത് റെൻഡറിങ്ങിൻ്റെ ടൈമിലായിരിക്കും. നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് റെൻഡർ ചെയ്യുന്ന ടൈമിലായിരിക്കും ആ ഒരു ഡിഫറൻസ് അറിയാൻ പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒട്ടും അറിയത്തില്ല. ഇനി എയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അത് LCD പാനലാണ്. സോ ആ ഒരു ഡിഫറൻസ്, ആ ഒരു കുറച്ചും കൂടെ കളർ ആക്യുറസി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഐപാഡ് പ്രോയിലായിരിക്കും. അതിനേക്കാൾ കുറച്ചും കൂടെ ഡിഫറൻസ് ആയിരിക്കും ഐപാഡ് എയറിൽ വരുമ്പോൾ. പിന്നെയുള്ള ഐപാഡുകൾ എന്ന് പറയുന്നത് ഐപാഡ് മിനി, ഐപാഡ് 10 Gen, 9 Gen ആണ്. 9 ജനറേഷൻ ഞാൻ പറയും അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ഓൾഡർ ഡിസൈനാണ്, അതോടൊപ്പം ഓൾഡർ പ്രോസസ്സറാണ്. ഇനി മുന്നോട്ട് പോകുമ്പം ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പം വലിയ ഉപകാരപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടത്തില്ല. അതുകൊണ്ട് 9 ജനറേഷൻ ഒഴിവാക്കുക, 10 ജനറേഷൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. കാരണം നല്ലൊരു ഡിഫറൻസ് ആമസോണിലുണ്ട്. 31,990 രൂപീസിനാണ്. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ 36,900 രൂപീസിനാണ് ഞാൻ കണ്ടത്. സോ നല്ലൊരു ഡിഫറൻസ് ആമസോണും ഫ്ലിപ്കാർട്ടും തമ്മിലുണ്ട്. ഇനി ഐപാഡ് മിനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 48,399 രൂപീസാണ് ഫ്ലിപ്കാർട്ടിലുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പല പ്രൈസ് റേഞ്ചിലും നിങ്ങൾക്ക് ഐപാഡ് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം ഐപാഡ് വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഡിവൈസ് ഓപ്റ്റ് ചെയ്തോളൂ. പക്ഷേ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മെയ് 7 വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം മെയ് 7 ആപ്പിളിൻ്റെ ഐപാഡ് ഇവൻറ്റ് നമുക്ക് നടക്കുവാണ്. സോ പുതിയ ഐപാഡുകൾ, ഐപാഡ് എയർ പ്രോ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നമുക്ക് മാക്കുകൾക്കും ഇപ്പം കറൻ്റ്ലി ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി M1 മാക്ബുക്ക് എയറിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് M1 മാക്ബുക്ക് എയർ. കാരണം വളരെ ലൈറ്റാണ്, പെർഫോമൻസും ഉണ്ട്, നല്ല രീതിയിലുള്ള ബാറ്ററി ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ നമുക്ക് എവിടെയും കൊണ്ട് നടക്കാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. സോ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്കൊരു മാക്കിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും M1 മാക്ബുക്ക് എയർ വേണമെങ്കിൽ നല്ലൊരു പ്രൈസിന് അവൈലബിൾ ആണെങ്കിൽ ഓപ്റ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് M3 മാക്ബുക്ക് എയർ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രോയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം M3 ഉണ്ട്, M3 പ്രോയും ഉണ്ട്. സോ M3 നിങ്ങൾക്കൊരു 1.5 ലക്ഷം ആ ഒരു റേഞ്ചിൽ നമുക്കിപ്പോൾ M3 അവൈലബിൾ ആണ്. എന്നാൽ M3 പ്രോ എന്ന് പറയുന്നത് കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ടാസ്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണലി വീഡിയോ, ഫോട്ടോ, മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് M3 പ്രോ. സോ അതിൻ്റെ ബേസ് മോഡലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള മോഡലോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമുക്കിപ്പം ആപ്പിൾ യൂസേഴ്സാണ് അല്ലെങ്കിൽ ആപ്പിൾ പ്രോഡക്ട്സിന് അവൈലബിൾ ആക്കുന്ന നല്ലൊരു ഓഫർ ടൈം അല്ലെങ്കിൽ ഓഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.